ഒരേ ട്യൂൺ, ഒരേ സംഗീത സംവിധായകർ, വ്യത്യസ്ത ഭാഷകൾ. തെലുങ്കിൽ നിന്ന് തമിഴിലേക്ക് ഒരേ സംഗീത സംവിധായകർ അവരുടെ ട്യൂണുകൾ ഉപയോഗിച്ച കുറച്ച് പാട്ടുകളാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ എപ്പിസോഡിൽ മണി ശർമ്മയുടെയും ദേവിശ്രീ പ്രസാദിന്റെയും പാട്ടുകളാണുള്ളത്. ആദ്യം നമ്മുടെ ഷാജഹാനിലെ അച്ചച്ചോ പുന്നഗൈ എന്ന ഈ പാട്ട്. സംഗീത സംവിധായകൻ മണി ശർമ്മ ഈ ട്യൂൺ ആദ്യം ഉപയോഗിച്ചത് 2000-ൽ റിലീസായ ഖുഷി എന്ന തെലുഗു സിനിമയിലായിരുന്നു. ഷാജഹാനിലെ തന്നെ ഈ പാട്ട്. ഇതാദ്യം മണി ശർമ്മ ഉപയോഗിച്ചത് 2000-ൽ ഇറങ്ങിയ ചിരഞ്ജീവിയുടെ അന്നയ്യ എന്ന തെലുഗു ചിത്രത്തിലാണ്. ഇത് 2003-ൽ ഇറങ്ങിയ അരസു എന്ന തമിഴ് സിനിമയിലെ പാട്ട്. ഈ ട്യൂൺ മണി ശർമ്മ തന്നെ അതേ വർഷം തെലുഗിൽ ഉപയോഗിച്ചു. ചിരഞ്ജീവി നായകനായി അഭിനയിച്ച ടാഗോർ എന്ന സിനിമയിൽ. രണ്ടായിരത്തി 2005-ൽ ഇറങ്ങിയ വിജയുടെ തിരുപ്പാച്ചിയിലെ പാട്ട്. ദേവിശ്രീ പ്രസാദ് ഈ ട്യൂൺ ആദ്യം ഉപയോഗിച്ചത് 2004-ൽ ചിരഞ്ജീവിയുടെ ശങ്കർ ദാദ MBBS എന്ന സിനിമയിലാണ്. ഈ പടത്തിൽ ദേവിശ്രീ പ്രസാദിനൊപ്പം മണി ശർമ്മയും പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോ തിരുപ്പാച്ചിയിലെ തന്നെ ഈ പാട്ട്. ഇത് മണി ശർമ്മ ആദ്യം ഉപയോഗിച്ചത് കുടുംബശങ്കർ എന്ന 2004-ൽ ഇറങ്ങിയ തെലുങ്ക് സിനിമയിലാണ്. 2005-ൽ ഇറങ്ങിയ സൂര്യയുടെ മായാവി എന്ന ചിത്രത്തിലെ ഈ പാട്ട്. ദേവിശ്രീ പ്രസാദ് ഈ ട്യൂൺ ആദ്യം ഉപയോഗിച്ചത് 2004-ൽ വെങ്കി എന്ന തെലുഗു പടത്തിലാണ്. ഇനി 2007-ൽ ഇറങ്ങിയ വിജയുടെ പോക്കിരി സിനിമ എടുക്കുകയാണെങ്കിൽ ഇതിലെ 3 പാട്ടുകൾ തെലുങ്കിലാണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. പോക്കിരി തന്നെ 2006-ൽ ഇറങ്ങിയ മഹേഷ് ബാബുവിന്റെ പോക്കിരി എന്ന തെലുഗു പടത്തിന്റെ റീമേക്ക് ആണല്ലോ. സോ ആ പടത്തിലെ 2 പാട്ടുകളുടെ ട്യൂൺ അതേപടി ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇത്. മറ്റൊന്ന് ഇത്. ഇനി ഈ പാട്ട്. ഇത് 2006-ലാണ് മണി ശർമ്മ ആദ്യം ഉപയോഗിച്ചത് രണം എന്ന തെലുഗു സിനിമയിൽ. അതേസമയം ഈ പടത്തിൽ ഫ്രഷായി ഉപയോഗിച്ച 2 ട്യൂണുകളുണ്ട്. അത് പിന്നീട് മണി ശർമ്മ തെലുഗിൽ റീയൂസ് ചെയ്തിട്ടുമുണ്ട്. സോ തമിഴിൽ നിന്ന് തെലുഗിലേക്ക്. അതിൽ ഒന്നാമത്തേത് ഈ പാട്ട്. ഈ പാട്ട് ജൂനിയർ NTRന്റെ 2008-ൽ ഇറങ്ങിയ കാൻട്രി എന്ന തെലുഗു സിനിമയിൽ ഉപയോഗിച്ചു. മറ്റൊന്ന് ഇത്. ഈ ട്യൂൺ 2008-ൽ ഇറങ്ങിയ പൗരുഡു എന്ന തെലുഗു സിനിമയിൽ ഉപയോഗിച്ചു.
ഇനി 2009 ഇറങ്ങിയ വിജയുടെ വില്ല് എന്ന സിനിമയിൽ ഉപയോഗിച്ച 3 പാട്ടുകളുടെ ട്യൂൺ ദേവിശ്രീ പ്രസാദ് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ 3 സിനിമകളിൽ ഉപയോഗിച്ച ട്യൂണുകളാണ്. ഈ ട്യൂൺ ശങ്കർ ദാദാ സിന്ദാബാദ് എന്ന സിനിമയിലാണ് ആദ്യം അദ്ദേഹം യൂസ് ചെയ്തത്. ഈ ട്യൂൺ ആദ്യം ഉപയോഗിച്ചത് 2008 റെഡി എന്ന തെലുഗു സിനിമയിലും. ഈ പാട്ടിന്റെ ട്യൂൺ 2008 റിലീസായ ജൽസ എന്ന തെലുഗു പടത്തിലാണ് ആദ്യം ഉപയോഗിച്ചത്. ഇനി 2009 റിലീസായ പഠിക്കാത്തവനിലെ ഈ പാട്ട് ഇത് മണി ശർമ്മ ആദ്യം ഉപയോഗിച്ചത് 1998 ഇറങ്ങിയ ചിരഞ്ജീവി നായകനായി അഭിനയിച്ച ചൂടലാനി ഉണ്ടി എന്ന തെലുഗു സിനിമയിലാണ്. ഇനി ഈ പടത്തിലെ ഈ പാട്ട് ഇത് മണി ശർമ്മ ആദ്യം ഉപയോഗിച്ചത് 2007 ഇറങ്ങിയ അതിഥി എന്ന മഹേഷ് ബാബുവിന്റെ തെലുഗു പടത്തിലാണ്. ഇതുപോലെ തെലുങ്കിൽ നിന്ന് തമിഴിലേക്കും തമിഴിൽ നിന്ന് തെലുങ്കിലേക്കും ഉപയോഗിച്ച പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇതാണോ വലിയ കണ്ടുപിടുത്തം, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം എന്ന് കുറച്ചു പേർ ഇപ്പോൾ വന്ന് പറയും. സോറി, നിങ്ങൾക്ക് വേണ്ടിയല്ല ഇത് അറിയാത്ത കുറച്ച് പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ വീണ്ടും കാണാം.